സ്വപ്നത്തിന്റെ കാമ്പയിനാണ്. ആദ്യ ഇയാൾ പറഞ്ഞു ഹൗസില്ല, കുത്തുബില്ല, മുറബില്ല, ഷെയ്ഖില്ല എന്നൊക്കെ നാടായ നാട് മുഴുവൻ വേദ പറഞ്ഞു. പിന്നെ ഇപ്പൊ കേൾക്കുന്നതൊക്കെ മുരീദന്മാര് ഷെയ്ഖിനെ പറ്റി സ്വപ്നം കാണുകയാണ്. ഞങ്ങൾ യഥാർത്ഥത്തിൽ കണ്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ചുരുങ്ങിയത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കള്ളനാണ്. യഥാർത്ഥത്തിൽ കണ്ടത് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്ന എ പി ആവട്ടെ കുത്തുബാണ് താനും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ സ്വപ്നത്തിൽ കണ്ടതല്ല, ഞങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടതാണ്. ആയിരക്കണക്കിന് രേഖകൾ സമൂഹം ചർച്ച ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് രേഖകൾ ആളുകൾ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അടക്കട്ടെ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ജീവിതത്തിൽ പറഞ്ഞ 10,000 കളവുകൾ തെളിവ് സഹിതം ഞങ്ങൾ നിർത്തിത്തരാം. എന്തേ 10,000 കളവ് നമ്മൾ പറഞ്ഞുതരാം. അത് നിങ്ങൾ സമ്മതിക്കൂ? ഇതെവിടുക? അപ്പൊ അയാൾ കളവ് പറയുന്ന ആളാണ് എന്നൊരു ധാരണ സമൂഹത്തിനുണ്ടോ? അൽ യത്തഹിമു ബിൽ കദിബി. അങ്ങനെ വെച്ചോളി. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കളവ് പറയുന്ന ആളാണെന്ന് ചിലരെങ്കിലും സമൂഹത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ അയാൾ കൊണ്ടുവന്നത് എന്താണെങ്കിലും അതിന് തെളിവ് ബലപ്പെടുത്തുന്ന തെളിവ് ആവശ്യമാണ്. അതാ നിദാന ശാസ്ത്രം. അൽ യത്തഹിമു ബിൽ കദിബി. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണ്ട. നമ്മളിപ്പോ അയാൾ കളവ് പറയുന്ന ആളാണ് എന്ന് പറഞ്ഞ നിങ്ങൾ അംഗീകരിക്കണ്ട. അയാൾ കളവ് പറയുന്ന ആളാണെന്ന് സമൂഹത്തിന് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ കാന്തപുരത്തിനെ പറ്റിയിട്ട് ഈ പ്രസംഗം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. നാടായ നാട് മുഴുവൻ ഷെയ്ഖുനാന്റെ മധു വരേണ്ട ആവശ്യമില്ലല്ലോ. ഷെയ്ഖുന പറഞ്ഞ ശരിയാന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. ഒറിജിനൽ കൊണ്ടുവന്നാൽ പോലും അയാൾ പറഞ്ഞത് വിശ്വസിക്കണമെങ്കിൽ സത്യസന്ധനായ ഒരു ഷാഹിദെങ്കിലും ആവശ്യമാണ്, അല്ലെങ്കിൽ മർദൂദാണ്. വല്ല സംശയം ഉണ്ടായിന്? ഇതൊക്കെ അറിയുന്ന ആൾക്കാരല്ലേ മൗലിയമാര്? 10-40 മുഷാവറ മെമ്പർമാരില്ലേ അതില്? ഐറ്റങ്ങളും ഉണ്ടാത്ത എന്താറോ പേടിച്ചിട്ടാണ് അല്ലേ? ഐറ്റങ്ങൾ മുണ്ടണില്ല. ചില ആൾക്കാർ മുണ്ടണില്ല. നമ്മളെ മറ്റേ കവി പറഞ്ഞില്ലത്, മന്നനോ മന്നൻ മതിമറന്നു തൂങ്ങി, മങ്കയോ മങ്ക പൊരുളറിഞ്ഞു തൂങ്ങി, എടാ എരപ്പാളി നീ എന്തിനു തൂങ്ങി. എ പി ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി തൂങ്ങി. അനന്തരാവകാശം കിട്ടുമെന്ന് കരുതി ഹക്കീമും തൂങ്ങി. ഈ പാവം പേരോട് എന്തിനാ തൂങ്ങിയത്? എന്താ പുടുത്തം കിട്ടാത്ത? നിങ്ങൾ ആലോചിച്ച് ഇയാൾ എന്തിനാ തൂങ്ങിയത്? ഉസ്താദും തൂങ്ങി, മോനും തൂങ്ങി. ഇതൊരു നല്ലൊരു പരിപാടി വെച്ച് മൂട്ടിൽ മൂപ്പറും തൂങ്ങി. പാവം. എന്നിട്ട് ഇയാൾ ഇങ്ങനെ എരപ്പാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. കണ്ടിടോ? കുറച്ചൊക്കെ നോണ അറിയാണെങ്കിലും നോണ പറയാൻ ചിന്തിച്ചിട്ടേ പറയുള്ളൂ. ഇത് ഇയാൾക്ക് ഇത് എന്താ പറയേണ്ടി അറിയില്ല. ഞാനിന്ന് കുറെ കാസറ്റൊക്കെ കേട്ടി. അപ്പുറത്ത് മൂപ്പർ പറയുന്ന സനതുണ്ട്, ഇപ്പുറത്ത് പറയുമ്പോൾ മൂപ്പർ തിരുത്തി, വേറൊരുത്തർ മൂപ്പർ ചൂടാകുക. ഇതൊന്നും ഇരുന്ന് പഠിച്ചിട്ട് പറഞ്ഞാ പോരെ? കാളെ പെറ്റെന്ന് കേൾക്കുമ്പോ ഒരു ലോഡ് കയറ് വാങ്ങണോ? കാളെ പേറോ നോക്കണ്ടേ? എന്റെ കുട്ടികൾ ഒരു കാര്യം ഉറപ്പാട്ടോ, ഖിയാമത്ത് വരെ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഒരു അഥറിന്റെ കഷ്ണം പിടിക്കാനുള്ള വിശുദ്ധി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കില്ല. അതങ്ങനെ സംഭവിക്കുകയുമില്ല, ഒരു സംശയമില്ല. എന്താ നിങ്ങൾ പറയണത്? അബൂജഹൽ കാബത്തെങ്കിൽ ഇമാമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അത് പറഞ്ഞുവിടല. പറഞ്ഞുവിടല, ആണ് വിശ്വസിക്കല. ഇയാളങ്ങനെ വിടാൻ പറ്റൂല. ഉറപ്പല്ലേ? ഇത് നിസ്സാരല്ല, സനതല്ല. എത്ര പണിണ്ടോ? അപ്പൊ ഇത് പറയുമ്പോ തന്നെ, ഈ കളി കാണുമ്പോ തന്നെ മനസ്സിലാക്കി കൂടെ ഇത് സംഭവം വയന്നുകണെന്ന്. വയന്ന് പറഞ്ഞ ഇങ്ങനത്തെ ഒരു വയലിച്ചയിൽ എ പി ഗ്രൂപ്പ് പെട്ടിട്ടുണ്ടാവില്ല. ലാഭം കിട്ടും തോന്നിയപ്പോ മൂപ്പര് വരുമ്പരായിക ചിന്തിക്കാതെ ഒപ്പിട്ടതാണോ സംശയം ഈ കച്ചവടത്തില്. കാരണം നിങ്ങളെന്താ പറയണത്? 3000 രൂപയ്ക്ക് വാങ്ങിയ ഭൂമിയാണ് 1 ലക്ഷത്തിന് വിൽക്കണതേ. എന്താ ലാഭം? ഇതാണ് ലോക നേതാവ്, പ്രവാചകന്മാരുടെ പാരമ്പര്യം. അപ്പൊ അജാതി ബടായൊക്കെ വിടുമ്പോ ഒന്ന് ആലോചിച്ചാളെന്റെ അനുഭവമുള്ള കുറെ